ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितंश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. നമ്മളിന്ന് വായിക്കുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 3 41 ശ്ലോകം മുതൽക്കാണ്. തസ്മാത് ത്വം ഇന്ദ്രിയാണ്യാദോ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജാഹ്യനം ജ്ഞാനവിജ്ഞാനം നാശനം. തസ്മാത് ത്വം ഇന്ദ്രിയാണ്യാദോ നിയമ്യ ഭരതർഷഭ മാപ്മാനം പ്രജാഹ്യനം ജ്ഞാനവിജ്ഞാന നാശനം. ഹരേ കൃഷ്ണ. ഗീത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. റിസൈറ്റ് ചെയ്യോ. ഇന്ദ്രിയാണ്യദ്യൗ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഹ്യേനം ജ്ഞാനവിജ്ഞാന നാശനം. വെരി ഗുഡ്. നീതു മാതാജി ആൻഡ് ട്രാൻസ്ലേഷൻ. ഹരേ കൃഷ്ണ. അതുകൊണ്ട് ഭരതർഷഭ, ആദ്യമായി തന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഈ പാപമുദ്രയായ കാമത്തെ മുരടിപ്പിക്കുക. ജ്ഞാനത്തെയും ആത്മസാക്ഷാത്കാരത്തെയും ഇല്ലാതാക്കുന്ന ഈ കാമത്തെ നശിപ്പിക്കുക. വെരി ഗുഡ്. Therefore, O Arjuna, best of the Bharatas, in the very beginning curb this great symbol of sin, lust, by regulating the senses, and slay this destroyer of knowledge and self-realization. അപ്പോൾ ഭഗവാൻ അർജുനോട് പറയുന്നത് അതുകൊണ്ട്, എന്തുകൊണ്ടാണ് അതിൻ്റെ മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് മൈൻഡ്, സെൻസസ് ആൻഡ് ഇൻ്റലിജൻസ് ആർ ദ സിറ്റിംഗ് പ്ലേസസ് ഓഫ് ദ ലസ്റ്റ്. അല്ലേ? മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങളാണ് ഇരിക്കുന്ന സ്ഥലം. അതായത് നമ്മളുടെ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ ഇരിക്കുന്ന സ്ഥലമാണ് ഈ 3 ഏതൊക്കെയാണ്? മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ. ആയതുകൊണ്ട് ഈ കാമത്തിനെ, ഈ ഭൗതിക ആഗ്രഹങ്ങളെ നമ്മൾ കേർബ് ചെയ്യണം, അതിനെ ഇല്ലാതാക്കണം. എങ്ങനെയാണ് ഇല്ലാതാക്കുക? ബൈ റെഗുലേറ്റിംഗ് ദ സെൻസസ്. ഇപ്പോൾ സെൻസസ്, എസ്പെഷ്യലി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, അതിൻ്റെ തലപ്പത്താണ് മനസ്സ്. അല്ലേ? അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെ നമ്മളെ റെഗുലേറ്റ് ചെയ്യണം, അത് വേണ്ട വിധത്തിൽ നയിച്ചു വിടണം. അതിനെ കടിഞ്ഞാണില്ലാത്ത കുതിരകളെ പോലെ നമ്മൾ വിടാൻ പാടില്ല. അപ്പോൾ നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷനിൽ, അതായത് ഉപദേശാമൃതത്തിൽ രൂപ ഗോസ്വാമി പറയുന്നുണ്ട്, വാചോ വേഗം മനസാക്രോധ വേഗം ജിഹ്വാ വേഗം ഉദരോപഷ്ട വേഗം ഏതാൻ വേഗാന്യോ വിഷഹേദീരാ സർവം അപിമാം പ്രീതിം ച ശിഷ്യാത്. ഓക്കെ, നമുക്ക് എസ്പെഷ്യലി നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി അതിൽ 3 ഗ്രോസ് ഇന്ദ്രിയങ്ങളുണ്ട്, 3 സട്ടിൽ, അതായത് സ്ഥൂലമായിട്ടുള്ള 3 ഇന്ദ്രിയങ്ങളും സൂക്ഷ്മമായിട്ടുള്ള 3 ഇന്ദ്രിയങ്ങളാണ്. വാചോ മനസ ക്രോധ, ഇതാണ് ആദ്യത്തെ 3 സ്ഥൂലമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ. ജിഹ്വ, ഉദരോ, അപസ്ഥ, അത് ഇത് 3 സൂക്ഷ്മമായിട്ടുള്ളത്.
അപ്പോൾ ഇതിൻ്റെ ത്വര, ഇതിൻ്റെ അർജ് അതിൻ്റെ ഈ ത്വര നമ്മളോട് പറഞ്ഞിട്ടല്ല വരിക. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ സംയമനം ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ, എപ്പോഴാണ് അത് ഹേവേ അങ്ങോട്ടും ഇങ്ങോട്ടും പായ നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴും കടിഞ്ഞാണുള്ള ഒരു കുതിരയെ പോലെ അതിനെ എപ്പോഴും നിയന്ത്രിച്ച് വെക്കണം. കാരണം വെച്ചാൽ ഇന്ദ്രിയങ്ങളെ ഏറ്റവും വൊറേഷ്യസ് ആയിട്ടുള്ള ഇന്ദ്രിയമാണ് എന്താണ്? നാവ്, അല്ലേ? നാവ് എന്താണ്? എപ്പോഴും അത് എന്തെങ്കിലും മർമർ ചെയ്യാൻ, എന്തെങ്കിലും അത് വൈബ്രേറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഗോസിപ്പ്, പ്രജൽപ്പ, അത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കാനുള്ള ആഗ്രഹങ്ങൾ. അപ്പോൾ ഈ ഈ 6 ഇന്ദ്രിയങ്ങളെയും ആരാണോ കർബ് ചെയ്യാൻ പറ്റുന്നത്, ആർക്കാണോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, അദ്ദേഹം ഒരു സോബർ പേഴ്സൺ ആകുന്നു. അപ്പൊ അതാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്. തുടക്കത്തിൽ തന്നെ, ആ മുളയിൽ തന്നെ നുള്ളണമെന്ന് പറയുന്നില്ലേ? ഇൻ ദ വെരി ബിഗിനിങ് കർബ് ദിസ് ഗ്രേറ്റ് സിമ്പിൾ ഓഫ് സിൻ, ലസ്റ്റ്, നമ്മളുടെ കാമം, നമ്മളുടെ ഭൗതികത്തിലുള്ള ആഗ്രഹങ്ങൾ. അത് അതിന് റെഗുലേറ്റിംഗ് ചെയ്യണം സെൻസസ്. എങ്ങനെയാണ് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ആധ്യാത്മിക തലത്തിലേക്ക് കൊണ്ടുവരേണ്ടത്? എങ്ങനെ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാം? പറയാൻ പറ്റൂ? നമുക്ക് കൃഷ്ണാവബോധത്തിലൂടെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ, 5 ഇന്ദ്രിയങ്ങളെയും നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റുമോ? കണ്ണ്, ഹരേ കൃഷ്ണ പ്രഭു, കണ്ണ് നമ്മൾ ഭഗവാന്റെ അമ്പലങ്ങൾ ദർശിക്കുക, ചെവി ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കുക, നാവ് ഭഗവാന്റെ പ്രസാദം കഴിക്കുക, ഭഗവാന്റെ നാമം ചൊല്ലുക. പിന്നെ ചെവി കീർത്തനങ്ങൾ കേൾക്കുക, സത്സംഗം കേൾക്കുക. പിന്നെ നാസിക, മൂക്ക്, നാസിക ഭഗവാൻ അർപ്പിച്ച തുളസി പുഷ്പങ്ങളുടെ ഗന്ധം, അതായത് അഗർബത്തി, ഇതെല്ലാം വാസിക്കുക. ഓക്കെ. ത്വക്ക്, തിലകം, ചന്ദനം, ഭഗവാന്റെ, അതായത് ഭക്തകളെ നമ്മൾ ആലിംഗനം ചെയ്യുക, അവരെ വന്ദിക്കുക, ഇതൊക്കെ ചെയ്യാം. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മുടെ 5 ഇന്ദ്രിയം, പ്രധാനപ്പെട്ട 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും നമുക്ക് ഭഗവാന്റെ സേവനത്തിൽ അർപ്പിച്ചാൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഭഗവാന്റെ കൃപ ഉണ്ടായിരിക്കും. അങ്ങനെ ഈ 5 ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ സേവകളിൽ നമ്മൾ അർപ്പിക്കുകയാണെങ്കിൽ ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മളുടെ താഴ്ന്ന നിലത്തിലുള്ള ആ ഭൗതിക വാസനകളില്ലാതെയും നമ്മളെ ഇന്ദ്രിയങ്ങളെ, അതായത് ആ ലക്ഷ്യം വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. അപ്പൊ അതാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്, നിയന്ത്രിക്കാൻ, റെഗുലേറ്റ് ദ സെൻസസ്. സെൻസസ് ആണ് ഏറ്റവും പ്രശ്നം. ഇന്ദ്രിയങ്ങളാണ് പ്രശ്നം. ഇന്ദ്രിയങ്ങൾക്ക് അതിന് ഭക്ഷണം വേണം, അല്ലേ? ശരീരത്തിന് ഭക്ഷണം വേണം, ഇന്ദ്രിയങ്ങൾക്ക് ഭക്ഷണം വേണം. ശരീര പുഷ്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആഹാരം കഴിക്കുന്നു. ആഹാരം എങ്ങനെ കഴിക്കണം? നമുക്ക് ഭഗവാന് സമർപ്പണം ചെയ്ത് ഭഗവാന്റെ റെമനൻസ്, ഉച്ഛിഷ്ടം, പ്രസാദമായിട്ട് കഴിക്കണം. അപ്പൊ നമുക്ക് അങ്ങനെ നമ്മളുടെ ശരീരത്തിന് നമുക്ക് നിയന്ത്രിക്കാം, അല്ലേ? അപ്പോൾ ഓരോന്നിനും, മനസ്സിനും ഭക്ഷണം വേണം, ചെവിക്കും ഭക്ഷണം വേണം, നാസികയ്ക്കും ഭക്ഷണം വേണം, ത്വക്കിന് എല്ലാം. ഇത് മാതാജി പറഞ്ഞ പോലെ ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പ്രകാരം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഫുഡ് കൊടുക്കുകയാണ്, അല്ലേ? അതേപോലെ മനസ്സിനും ഭക്ഷണം വേണം, അത് മന്ത്രം, ഹരേ കൃഷ്ണ മന്ത്രം, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇന്റലിജൻസിനും വേണം. അപ്പോൾ എല്ലാം അത് സ്വാധ്യായം. അങ്ങനെ സോള്, അപ്പൊ മനസ്സ്, ഇന്റലിജൻസ്, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇതിനെ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ റിയൽ സെൽഫ് പറഞ്ഞാൽ ആത്മാവ് കാണിച്ചാൽ, ആത്മാവിന് വേണ്ടുന്ന ഭക്ഷണം എന്താണ്? ഭഗവത് സേവനമാണ്. ഭഗവാനുമായിട്ടുള്ള ആ ബന്ധം പുനഃസ്ഥാപിക്കുകയാണ് ആത്മാവിന് ആക്ച്വലി വേണ്ടത്. പക്ഷെ അത് നമ്മൾ ചെയ്യാതെ നമ്മൾ ഒരു പുറം പോളിഷ് മാത്രം ചെയ്യുന്നു. നമ്മളുടെ എക്സ്റ്റേണൽ ബോഡി മാത്രം നന്നായിട്ട് സൂക്ഷിച്ചു വെക്കുന്നു,
മനസ്സിനെയോ ആത്മാവിനെയോ തൃപ്തിപ്പെടുന്ന ഒരു ഭഗവത് സേവനം നമ്മൾ ചെയ്യാറില്ല. പ്രഭുപാദ ഒരു കഥ പറയാറുണ്ട്. അതായത് ഒരു പക്ഷിയെ ഒരു കൂട്ടിൽ പിടിച്ചിരിക്കുക. ഓക്കെ, ആ കൂട്, പക്ഷിക്ക് നല്ലൊരു കൂടുണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെ? സ്വർണം കൊണ്ടൊരു കൂടുണ്ടാക്കിയിരിക്കുകയാണ്. ആ സ്വർണ്ണക്കൂടിനെ എന്നും നമ്മൾ മിനുക്കി പോളിഷ് ചെയ്ത് അതിൻ്റെ ഡസ്റ്റൊക്കെ കളഞ്ഞ് വളരെ നന്നായി സൂക്ഷിക്കുന്നു. പക്ഷെ അതിനുള്ളിലുള്ള പക്ഷിക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നില്ല. പക്ഷി ജീവിക്കുമോ? ഇല്ല. പക്ഷി 2-3 ദിവസം കഴിഞ്ഞാൽ അത് ചത്തുപോകും, അല്ലേ? അതേപോലെ നമ്മൾ നമ്മളുടെ ദേഹത്തിനെ നന്നായിട്ട് കുളിച്ച് പൗഡറൊക്കെ ഇട്ട് നല്ല ഡ്രസ്സൊക്കെ എടുത്ത് നമ്മളുടെ ശരീരത്തിനെ മാത്രം പോഷിപ്പിച്ചിരിക്കുകയാണ്. അതിലിരിക്കുന്ന ആത്മാവ്, അതായത് പക്ഷി സമാനമായിട്ടുള്ള ആത്മാവിന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നില്ല. അപ്പൊ ആത്മാവിന് വേണ്ടുന്ന ഭക്ഷണം എന്താണ്? ഭഗവത് സേവനം, അല്ലേ? ഡിവോഷണൽ സർവീസ്. അത് കൊടുത്താൽ മാത്രമേ അതിന് ജീവൻ ഉണ്ടാവൂ, അതിന് ഉണർവുണ്ടാവുള്ളൂ. അത് കൊടുക്കാതെ നമ്മൾ എക്സ്റ്റേണൽ ക്ലീനിങ് മാത്രം, എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ പോഷിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സിറ്റിംഗ് പ്ലേസസ് എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി ആൻഡ് സെൻസസ്. ഈ 3 സ്ഥലത്താണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ലെസ്റ്റ്, അതായത് കാമം ഇരിക്കുന്ന സ്ഥലം. അതുകൊണ്ട് ഈ കാമത്തെ നമ്മൾ ആദ്യം മുതൽക്ക് തന്നെ കൺട്രോൾ ചെയ്യണം, നിയന്ത്രിക്കണം എന്നാണ് പറയുന്നത്. കർബ് ദിസ് ഗ്രേറ്റ് സിമ്പിൾ ഓഫ് സിൻ. So Lord advised Arjuna to regulate the senses from the very beginning so that he could curb the greatest sinful enemy, lust. Okay. കാമയേശ ക്രോധയേശ രജോഗുണ സമുദ്ഭവ, അല്ലേ? കാമയേശ, അവ കാമത്തിൽ നിന്നാണ് ക്രോധം വരുന്നത്. ഈ ക്രോധം വരാനുള്ള കാരണം നമ്മൾ രജോഗുണത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ രജോഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാം ക്ലാരിറ്റി കിട്ടും. സത്വഗുണത്തിൽ നമുക്ക് ഭഗവത് സേവനം വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. തമോ ഗുണത്തിലോ അല്ലെങ്കിൽ രജോ ഗുണത്തിലോ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. രജോ ഗുണത്തിൽ സ്റ്റാർട്ടിങ് ഉണ്ടാവും, തമോ ഗുണത്തിൽ ഒട്ടും അറിയില്ല എന്താണ് ഭഗവത് സേവനം, ഡിവോഷണൽ സർവീസ് നമുക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ, ഗ്രോസ്ലി ഫൂളിഷാണ് നമ്മളെല്ലാം തമോ ഗുണത്തിൽ. നമ്മളുടെ ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടി മാത്രം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു, ആക്ടിവിറ്റീസ് ചെയ്യുന്നു. തമോ ഗുണത്തിൽ കുറച്ച് മനസ്സിലാക്കാൻ തുടങ്ങുന്നു. സത്വഗുണത്തിൽ ഭഗവാന്റെ കാര്യങ്ങൾ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ ഭക്തിയുത സേവനത്തിൽ മുഴുകിയിട്ട് ഭഗവാന്റെ കാര്യങ്ങൾ, നമ്മുടെ ഉദ്ദേശലക്ഷ്യം, മനുഷ്യ ജീവിതത്തിലെ ഉദ്ദേശലക്ഷ്യം നമുക്ക് സബലീകരിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് he could curb the greatest sinful enemy, lust, which destroy the urge for self-realization. ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ആ ഒരു പ്ലാന്, ആ അർജ്, ആ ത്വര നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് സ്പെസിഫിക് നോളേജ് ഓഫ് ദ സെൽഫ്. ജ്ഞാന റിഫേഴ്സ് ടു നോളേജ് ഓഫ് സെൽഫ് ആസ് ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം നോൺ സെൽഫ്. അതായത് എന്താണ് നോളേജ്? ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാകുന്നു എന്ന അറിവാണ്. ഏതാണ് ജ്ഞാന? ആൻഡ് വിജ്ഞാന, what is vijnana? Vijnana refers to specific knowledge of the spirit soul's constitutional position and its relationship to the supreme soul. അപ്പൊ ജ്ഞാനം, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒന്ന് ജസ്റ്റ് അറിവ്, മറ്റത് അനുഭവത്തിലൂടെ നമ്മൾ അറിഞ്ഞത്. ഓക്കെ, ഒന്ന് ജ്ഞാനം, മറ്റ് വിജ്ഞാനം, റിയലൈസ് നോളജ്, പ്രാക്ടിക്കൽ നോളജ്, നമ്മൾ അനുഭവിച്ചറിഞ്ഞത്. മറ്റേത് തിയറിറ്റിക്കൽ നോളജ്. അപ്പോൾ വിജ്ഞാന റിഫേഴ്സ് ടു സ്പെസിഫിക് നോളജ്. എന്താണ് സ്പെസിഫിക് നോളജ്? അതായത് ഈ ആത്മാവ്, ആത്മാവിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ എന്താണ് എന്നത് മനസ്സിലാക്കില്ല. പിന്നെ ഈ ആത്മാവിൻ്റെ എന്താണ് ബന്ധം, പരമാത്മാവായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് മനസ്സിലാക്കാണ് വിജ്ഞാനം. അത് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ എന്താണെന്നുള്ളത് ശ്രീമദ് ഭാഗവതത്തിലും കൊടുത്തിട്ടുണ്ട്. എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്? ജ്ഞാനം പരമഗുഹ്യം മേ യത് വിജ്ഞാന സമാൻവിധം സ രഹസ്യം തദ് അംഗം ച ഗ്രഹാണ ഗതിത്യം മയ. The knowledge of the self and supreme self is very confidential and mysterious. അപ്പോൾ ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും പറ്റിയിട്ടുള്ള ആ നോളജ്, ആ ജ്ഞാനം, അത് വളരെ ഗുഹ്യമാണ്, അത് വളരെ മിസ്റ്റീരിയസുമാണ്. ബട്ട് such knowledge and specific realization can be understood if explained with their various aspects by the Lord himself.
അപ്പൊ ഈ നോളജ്, ഈ ജ്ഞാനം, ഈ വിജ്ഞാനം നമ്മളുടെ ചെറിയ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് നമ്മൾ ഗുരു, സാധു, ശാസ്ത്ര അവരുടെ കൃപാകടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. ഇവിടെ അർജുനന് വളരെ ഭാഗ്യവാനാണ് അർജുനൻ. കാരണം ഭഗവാൻ കൃഷ്ണൻ സ്വയം അവിടെ അർജുനന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. നമുക്ക് ആ ഭാഗ്യമില്ല. ഓക്കെ, നമ്മളുടെ ആ സമയത്തല്ല ജീവിച്ചിരിക്കുന്നത്. നമുക്ക് ഭഗവാനായിട്ട് ഡയറക്റ്റ്ലി ഇന്ററാക്ഷൻ ചെയ്യാനുള്ള ഒരു അവസരമോ ഒരു ഭാഗ്യമോ നമുക്ക് ലഭിച്ചില്ല. പക്ഷെ എങ്കിലും നമ്മളും ഭാഗ്യവാന്മാരാണ്. കാരണം ഭഗവാൻ ജനിച്ചിട്ട് 5200 വർഷം മുമ്പ് ജനിച്ചിട്ടുള്ള ആ ദ്വാപരയുഗത്തിന്റെ ഇമ്മീഡിയറ്റ് കലിയുഗത്തിലാണ് നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അധികം സമയമായിട്ടില്ല ഭഗവാന്റെ അപ്പിയറൻസ് വന്നിട്ട്, ആവിർഭാവം ഉണ്ടായിട്ട്. അപ്പോൾ ആ ഭഗവാന്റെ പരമ്പരയിൽ വന്നിട്ടുള്ള ഒരുപാട് ആചാര്യന്മാരുടെ ശിക്ഷണത്തിൽ നമുക്കിതെല്ലാം മനസ്സിലാക്കാം. അപ്പോൾ ഗുരു, സാധു, ശാസ്ത്ര മുഖാന്തരം ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനുള്ള ആ ഭാഗ്യം ലഭിച്ചു എന്നാണ്. അതിൽ സ്പെസിഫിക്കലി നമുക്ക് പ്രഭുപാദ പ്രീ എമിനന്റ് ആചാര്യ, ഫൗണ്ടർ ആചാര്യ ഓഫ് ഹരേ കൃഷ്ണ മൂവ്മെന്റ് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്താണ് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ തിരോഭാവം നടന്നിട്ട് അധികം സമയമായിട്ടില്ല. 1977 നമ്മളെല്ലാം ആ സമയത്ത് ഉണ്ട്. നമ്മൾ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിനെ കാണാൻ പറ്റിയില്ല, അത് വേറെ കാര്യം. പക്ഷെ എങ്കിലും കൂടി അവര് ഇപ്പോഴും ഈ ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും ജീവിച്ചിരിപ്പുണ്ട്. പ്രഭുപാദോട് ചോദിച്ചു ശിഷ്യന്മാര്, പ്രഭുപാദ് അങ്ങ് ഈ ഭൂമി വിട്ടുപോയാൽ ഞങ്ങളെ ആരെയാണ് ആശ്രയിക്കുക? അപ്പോൾ പ്രഭുപാദ, ഞാൻ ഒരിക്കലും വിട്ടുപോയില്ല, ഞാൻ എപ്പോഴും ജീവിച്ചിരിക്കും എൻ്റെ പുസ്തകങ്ങളിൽ. അപ്പോൾ ഭഗവത്ഗീത, ഭാഗവതം എന്നീ പുസ്തകം വായിച്ചാൽ നമുക്ക് പ്രഭുപാദായിട്ടുള്ള ആ റിയൽ അസോസിയേഷൻ നമുക്ക് കിട്ടും. ഒരിക്കലും പ്രഭുപാദ ഇവിടുന്ന് മാറിപ്പോയിട്ടില്ല, മറഞ്ഞു പോയിട്ടില്ല. പ്രഭുപാദ എപ്പോഴും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പറയുന്നത്. 10,000 years, അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവത്തിന് ശേഷം 10,000 വർഷം സുവർണ കാലം എന്നാണ് പറയുന്നത്, ഗോൾഡൻ ഇറ. പ്രഭുപാദ ഈ ബുക്സ്, പ്രഭുപാദ ഒരുപാട് ബുക്സുകൾ, ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, പിന്നെ ചൈതന്യ ചരിതാമൃത, നെക്ടർ ഓഫ് ഡിവോഷൻ, നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ, ഈശോപനിഷത്ത്, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ തർജ്ജമ ചെയ്തിട്ടുണ്ട്, വളരെ എലോബറേറ്റ് ആയിട്ട്. ഈ പുസ്തകങ്ങളിൽ കൂടെ പ്രഭുപാദ ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ പുസ്തകങ്ങളായിരിക്കും ലോ ബുക്സ് ഫോർ അനദർ 10,000 years എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പുസ്തകങ്ങളായിരിക്കും എന്താ ലോ ബുക്സ്, നിയമ പുസ്തകങ്ങൾ വരുന്ന 10,000 വർഷങ്ങൾക്ക്. അതുകൊണ്ട് പ്രഭുപാദ നമുക്ക് എല്ലാവർക്കും വഴികാട്ടിയായിട്ട് ഇപ്പോഴും ഈ പുസ്തകങ്ങൾ കൂടെ ജീവിച്ചിരിക്കുന്നുണ്ട്. So the living entities are parts and parcels of the Lord, and therefore they are simply meant to serve the Lord. Mamai vamsho ജീവലോകെ ജീവഭൂത സനാതന മനഃഷ്ടാനി ഇന്ദ്രിയാനി പ്രകൃതിസ്ഥാനി കർഷതി. അപ്പൊ എല്ലാ ജീവജാലങ്ങളും, എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ അംശങ്ങളാകുന്നു. അപ്പോൾ ആ അംശങ്ങൾ എന്താണ്? ഭഗവാനെ സേവിക്കുക എന്നാണ് ആ അംശങ്ങളുടെ ദൗത്യം, അവരുടെ കടമ, കർത്തവ്യം. This consciousness is called Krishna consciousness. ഇതാണ് കൃഷ്ണാവബോധം. So from the very beginning of life, one has to learn this Krishna consciousness, and thereby one may become fully Krishna conscious and act accordingly. പ്രഹ്ലാദ് മഹാരാജ് തൻ്റെ സഹപാഠികളോട് പറയുന്നുണ്ട്. എന്താണ്? പ്രഹ്ലാദ ഉവാച കൗമാരം ആചരേത് പ്രാജ്ഞം ധർമാൻ ഭാഗവതാൻ ഇഹ ദുർലഭം മനുഷ്യം ജന്മ തദപി അധ്രുവം അർത്ഥതം. എന്താണ് പറയുന്നത്? കൗമാരം ആചരേത് പ്രാജ്ഞം. കൗമാര പ്രായത്തിൽ തുടങ്ങണം. കൗമാരം എന്ന് പറഞ്ഞാൽ 5 വയസ്സുള്ള വരെയുള്ള പ്രായം. ആ സമയത്ത് തുടങ്ങണം. കൗമാരം, പൗഗാണ്ഡം, കൈശോരം, യൗവനം. നമുക്ക് കൗമാരം പറഞ്ഞാൽ 5 വയസ്സ് വരെ. ആ പ്രായത്തിൽ നമ്മൾ കൃഷ്ണാവബോധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റീസ് തുടങ്ങണം. എന്നാൽ മാത്രമേ, നമ്മൾ പറയുന്നില്ലേ ചുട്ടയിലെ ശീലം ചുടല വരെ. അപ്പൊ കുട്ടിക്കാലത്ത് നമ്മളിത് ശീലിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അതൊരു ഹാബിറ്റായിട്ട് മാറും. അല്ലാതെ 60 വയസ്സ് കഴിഞ്ഞ് 70 വയസ്സ് കഴിഞ്ഞ് മരിക്കാൻ കാലത്ത് നമുക്ക് നമ്മുടെ കണ്ണ് കാണില്ല, നമ്മുടെ ചെവി കേൾക്കില്ല, നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, ത്രോട്ട് ചോക്ഡപ്പ് ആയിരിക്കും, നമ്മുടെ മെമ്മറി ഉണ്ടായിരിക്കില്ല.
ആ സമയത്ത് ഭഗവാനെ നമുക്ക് സ്മരിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല, അല്ലേ? കണ്ഠാവരോധോ സ്മരണം ഇത് കൃഷ്ണ ത്വദീയ പദ പങ്കജ പഞ്ചരാന്തം അദ്വൈവമേ വിശതു മാനസരാജഹംസാം പ്രാണപ്രയാണ സമയേ കപവാദപിത്തേ കണ്ഠാവരാധവിദോ സ്മരണം കുതസ്തേ. ആരാണ് പറയുന്നത്? കുലശേഖര ആൾവാർ, അല്ലെ? കുലശേഖര ആൾവാർ പറയുന്നത്, അതായത് നമ്മൾ പ്രാണപ്രയാണ സമയം, പ്രാണം പോകുന്ന സമയത്ത് നമ്മളുടെ കണ്ഠം ചോക്രപ്രായിരിക്കും. ഓക്കെ, നമുക്ക് കണ്ണ് കാണാൻ പറ്റില്ല, ചെവി കേൾക്കാൻ പറ്റില്ല, നമ്മുടെ മെമ്മറി പവർ ഉണ്ടാവില്ല, അതൊന്നും ഉണ്ടാവില്ല. ആ സമയത്ത് എങ്ങനെ ഭഗവാനെ സ്മരിക്കാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ സമയത്ത് തന്നെ എൻ്റെ ആ പ്രാണൻ എടുത്തുകൊള്ളൂ. എൻ്റെ ഇപ്പോൾ ആ ആരോഗ്യനില വളരെ നല്ലതാണ്. വയസ്സായി കഴിഞ്ഞാൽ എൻ്റെ ഹെൽത്ത്, എൻ്റെ ആരോഗ്യനില നല്ലതായിരിക്കില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ എൻ്റെ പ്രാണൻ എടുത്താൽ എനിക്ക് അങ്ങയെ സ്മരിച്ച് അങ്ങയുടെ ദർശനം കണ്ട്, അതായത് ദർശനം കണ്ടു പറഞ്ഞാൽ ഡയറക്റ്റ്ലി അല്ല, ഡെയ്റ്റീസ്, ഭഗവാന്റെ അർച്ചവിഗ്രഹം കണ്ട് ഭഗവാനെ സ്മരിച്ച് ഭഗവാന്റെ നാമം ചൊല്ലി ഭഗവാന്റെ ഡിവോട്ടീസിന്റെ അസോസിയേഷനിൽ എനിക്ക് പ്രാണം വെടിഞ്ഞാൽ എനിക്ക് അങ്ങേ പ്രാപിക്കാൻ പറ്റും എന്നാ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടിക്കാലം മുതൽ തന്നെ കൗമാരാ ആചര്യപ്രാജ്ഞു, കൗമാരപ്രായത്തിൽ തന്നെ നമ്മളിത് ആചരിക്കാൻ തുടങ്ങണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഫൈനൽ എക്സാമിൽ, ഫൈനൽ പരീക്ഷയിൽ, ആ പരീക്ഷ വരുന്ന സമയത്ത് ഭഗവാനെ സ്മരിക്കാൻ പറ്റും. അല്ലാണ്ട് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ഭഗവാനെ സ്മരിച്ച് ഞാൻ പ്രാണം വെടിയൂ എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളത് പരിശീലിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഭഗവാനെ സ്മരിക്കാൻ പറ്റില്ല. ഭഗവാൻ അതിനുള്ള മേഴ്സി നമുക്ക് തരില്ല. കുട്ടിക്കാലം മുതൽക്കേ ഭഗവാനെ സേവിച്ചു വരുന്ന ആ ഒരു ഭക്തന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഭഗവാന്റെ കൃപ കൊണ്ട്. അതാണ് ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് ലൈഫ് വൺ ഹാസ് ടു ലേൺ ദിസ് കൃഷ്ണ കോൺഷ്യസ്നസ്. പഴഞ്ചൊല്ല് അല്ലെ? ഹരേ കൃഷ്ണ. ശീലിച്ചതേ പാലിക്കൂ എന്ന് നമ്മൾ പറയില്ലേ, ഒരു പഴഞ്ചൊല്ലില്ലേ? ശീലിക്കതേ പാലിക്കൂ, അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മൾ ആദ്യം മുതൽക്ക് തന്നെ നമ്മളും അതേപോലെ നമ്മളുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ഇത് പരിശീലിപ്പിക്കണം. നമ്മൾ അത് വളരെ ലൈറ്റായി എടുക്കാൻ പാടില്ല. നമ്മളുടെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളെയും ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. ഈ മനുഷ്യ ജീവിതം ദുർലഭം മനുഷ്യം ജന്മം, അല്ലേ? വളരെ ദുർലഭമായിട്ട് കിട്ടിയിട്ടില്ല ഈ മനുഷ്യ ജീവിതം. നമ്മൾ പാഴാക്കാൻ പാടില്ല. അതുകൊണ്ട് ഇത് ഈശ്വര സാക്ഷാത്കാരത്തിനാണ്, ഇന്ദ്രിയ ഭോഗത്തിന് വേണ്ടിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ പതുക്കെ പതുക്കെ ഇത് പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാനെ സ്മരിക്കാൻ പറ്റും. ഭഗവാന്റെ കൃപ കൊണ്ട്, നമ്മളുടെ ബുദ്ധി കൊണ്ടല്ല, നമ്മളുടെ ശക്തി കൊണ്ടല്ല. ഭഗവാൻ ഈവൻ നമ്മൾ മറന്നാലും ശരി, ആ സമയത്ത് നമുക്ക് ബോധമില്ലെങ്കിലും കൂടി ഭഗവാൻ ആ സമയത്ത് അതിനുള്ള മെമ്മറി, അതിനുള്ള ബോധം നമുക്ക് തരും. അതാണ് ഭഗവാൻ. അജാമിള നല്ലൊരു ബ്രാഹ്മണനായിരുന്നു. പക്ഷെ പിന്നീട് പാപ കാര്യങ്ങൾ ഏർപ്പെട്ടു. അപ്പോൾ നല്ലൊരു ബ്രാഹ്മണനായ സ്ഥിതിക്ക് അജാമിള പിന്നീട് തൻ്റെ ലൈഫിൽ പാപകർമ്മങ്ങൾ ചെയ്തിരുന്നെങ്കിലും കൂടിയിട്ട് തൻ്റെ മകനെ നാരായണൻ എന്നുള്ള പേരിടാനുള്ള ആ ഒരു കൃപാകടാക്ഷം അദ്ദേഹത്തിന് കിട്ടിയത് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്, അല്ലേ? ഭഗവാൻ നാരായണനല്ല വിളിച്ചത്, തൻ്റെ മകൻ നാരായണനെ വിളിച്ചത്. എന്നിട്ടും കാരണം ഭഗവാന്റെ പേരും ഭഗവാനും തമ്മിൽ അന്തരമില്ലാത്തതുകൊണ്ട് മകൻ നാരായണൻ വന്നില്ല, അല്ലേ? പക്ഷേ ഭഗവാൻ തൻ്റെ ദൂതന്മാരെ പറഞ്ഞയച്ചു. ദൂതന്മാരെ പറഞ്ഞയച്ച് യമദൂതന്മാര് അദ്ദേഹത്തിന്റെ ആത്മാവിനെ വെരിഞ്ഞു കെട്ടി കൊണ്ടുപോകാനുള്ള ശ്രമത്തിലായിരുന്നു. അവിടെ വിഷ്ണുദൂതന്മാർ വന്നിട്ട് ആ യമപാശത്തിനെ ഖണ്ഡിച്ച് അജാമിളയെ മോചിപ്പിച്ചു. അജാമിളയ്ക്ക് രണ്ടാമത്തെ ചാൻസ് കൊടുത്തു, രണ്ടാമതൊരു അവസരം കൊടുത്തു. ഹരിദ്വാറിൽ പോയി 12 വർഷം ഭഗവത് സേവനം ചെയ്തിട്ട് ഭഗവത് നാമം ജപിച്ച് പ്യൂരിഫൈ ആയിട്ട് അദ്ദേഹത്തിനെ തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് ഭഗവാൻ കൊണ്ടുപോയി. അപ്പൊ അത്രയും പാപിയായിട്ടുള്ള ആ അജാമിളയ്ക്ക് ഭഗവാൻ ഈ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസിങ് ഡിവോട്ടീസ് ആണ്. ഓക്കെ, ഭഗവാനെ സേവിക്കാൻ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭക്തന്മാരായിട്ടില്ല, പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്ന ഭക്തന്മാരാണ്. വൈദിക സാധന ഭക്തി ചെയ്ത് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നു. ഒരുപാട്
പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് വിഘ്നങ്ങളുണ്ട് ഇതിനിടയിൽ. കാരണം ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ ഇന്ദ്രിയങ്ങള്, അതിൻ്റെ ത്വര, അതിൻ്റെ അർജ്, പിന്നെ പല ബന്ധനങ്ങളും, നമ്മുടെ കർമ്മബന്ധനങ്ങളും ഇതൊന്നും ശരിക്ക് ചെയ്യാൻ നമ്മളെ അനുവദിക്കുന്നില്ല. എങ്കിലും നമ്മുടെ ഒരു സിൻസിയർ എഫേർട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ സഹായിക്കും. എന്താണ് വേണ്ടത്? നമ്മുടെ സിൻസിയർ എഫേർട്ട് വേണം. ആ സിൻസിയർ എഫേർട്ടാണ് ഭഗവാൻ നോക്കുന്നത്. ഭഗവാൻ എന്താണ്? ഭാവഗ്രാഹി ജനാർദ്ദന. നമ്മളുടെ ഭാവമാണ് നോക്കുന്നത്. നമ്മളൊരു റിച്വലായിട്ടല്ല ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഭഗവാനോട് കൂടുതൽ അടുക്കണം എന്നുണ്ട്. ഈ ജന്മത്തിൽ തന്നെ നമുക്ക് നോളജും വൈരാഗ്യവും കിട്ടിയിട്ട് ഭഗവത് ധാമിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം വളരെ നന്നായിട്ട് തീവ്രമായിട്ടുണ്ട്. പക്ഷെ എങ്കിലും കൂട്ടിയിട്ട് ഈ ഭൗതിക ലോകത്തിലെ നമ്മളുടെ സിറ്റുവേഷൻ, നമ്മളുടെ ഇന്ദ്രിയങ്ങള്, മറ്റു കർമ്മബന്ധനങ്ങള്, ഇതെല്ലാം കാരണം നമുക്ക് ശരിക്ക് കൃഷ്ണാവബോധത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആ ഒരു തീവ്ര ഇച്ഛ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കണമെന്നുള്ള തീവ്ര ഇച്ഛയുണ്ടെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. അതിന് കണ്ടീസീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാക്കി തരും. അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത്? തീവ്രേന ഭക്തി യോഗേന യജേതാ പുരുഷം പരം. വളരെ തീവ്രമായിട്ട്, ഇന്റൻസിലി ഭഗവാൻ കൃഷ്ണനെ നമ്മൾ ഉപാസിക്കണം എന്നാണ് പറയുന്നത്. സോ ലസ്റ്റ് ഈസ് ഓൺലി ദ പെർവേർട്ടഡ് റിഫ്ലക്ഷൻ ഓഫ് ദ ലവ് ഓഫ് ഗോഡ് വിച്ച് ഈസ് നാച്ചുറൽ ഫോർ എവറി ലിവിങ് എൻറ്റിറ്റി. ലസ്റ്റ്, കാമം എന്നുള്ളത് ഭഗവാന്റെ ധാമിലുള്ള ആ പ്രേമത്തിന്റെ പെർവേർട്ടഡ് റിഫ്ലക്ഷൻ ആണ്, അല്ലെ? അതിന്റെ പ്രതിബിംബമാണ്. അത് എല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷെ അതിനെ എങ്ങനെ മറികടക്കണം എന്നുള്ളത് നമുക്ക് ആചാര്യന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ട് അവരുടെ കാൽപാത നമ്മൾ പിന്തുടരുകയാണെങ്കിൽ, മഹാജനോ ഏന ഗതാസ പന്ഥ, മഹാജനങ്ങളെ നമ്മൾ പിന്തുടരണം. എന്നാൽ നമുക്ക് അത് വളരെ സരളമായിട്ട് തോന്നും. അല്ലാണ്ട് നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. ഗുരു സാധുശാസ്ത്ര എന്താണോ പറയുന്നത് അത് പ്രകാരം നമ്മൾ ജീവിക്കാൻ. അതിന് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് അസോസിയേഷൻ വേണം, സത്സംഗം വേണം. ആ സത്സംഗത്തിലെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ഇഫ് വൺ ഈസ് educated in Krishna consciousness from the very beginning, that natural love of God cannot deteriorate into lust. കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ കൃഷ്ണാവബോധത്തിൽ നമ്മൾ വളരുകയാണെങ്കിൽ, നമ്മളുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഭഗവാനുള്ള അഫിനിറ്റി, ആ നേച്ചുറൽ ലവ്, അത് ഒരിക്കലും ഡിമിനിഷ് ആവില്ല, ഡിറ്റീരിയറേറ്റ് ആവില്ല, അത് നശിക്കില്ല, അത് ലസ്റ്റായിട്ട് മാറുമില്ല എന്നാണ് പറയുന്നത്. When love of God deteriorates into lust, it is very difficult to return to the normal condition. അപ്പൊ ആ ശുദ്ധമായിട്ടുള്ള സ്നേഹം, പ്രേമം അത് കാമമായിട്ട് മാറിയാൽ നമ്മൾ തിരിച്ച് നോർമലായിട്ടുള്ള കണ്ടീഷനിൽ വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രഭുപാദ പറയുന്നുണ്ട്, ടു ബിക്കം കൃഷ്ണ കോൺഷ്യസ്നസ് വളരെ ഫോർച്ചുനേറ്റ് ആൾക്കാരാണ് നമ്മൾ. അല്ലാത്തവര് തീർച്ചയായിട്ടും അവർ അൺഫോർച്ചുനേറ്റ് ആണ്. കൃഷ്ണാവബോധത്തിൽ വരാത്ത ആൾക്കാർ അൺഫോർച്ചുനേറ്റ് ആണ്. കാരണം വെച്ചാൽ അവർക്ക് അറിയുന്നില്ല ഈ മനുഷ്യജന്മം എന്തിനാണെന്നുള്ളത്. കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ വന്നിട്ട് അത് വിട്ടുപോകുന്ന ആൾക്കാർ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ തത്വങ്ങളെല്ലാം മനസ്സിലാക്കി, ഈ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നെല്ലാം മനസ്സിലാക്കി, അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്യാതെ വീണ്ടും തിരിച്ച് ഭൗതിക ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്ന വ്യക്തി മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് എന്നാണ് പ്രഭുപാദ പറയുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും നമ്മൾ സത്സംഗത്തിൽ നിന്ന് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, ഒരുപാട് കടമ്പകൾ നമുക്ക് കടന്നു പോകണ്ടായിരിക്കാം, ഒരുപാട് വിഘ്നങ്ങൾ ഉണ്ടായിരിക്കാം. എങ്കിലും എങ്ങനെയെങ്കിലും സത്സംഗത്തിൽ നിന്ന് നമ്മൾ ഇതെല്ലാം പ്യൂരിഫൈ ചെയ്യാൻ നോക്കണം. നമ്മൾ ആരും പ്യുവറല്ല. അതുകൊണ്ട് നമുക്കൊന്നും മറ്റുള്ളവരിൽ നിന്ന് നല്ല കാര്യങ്ങൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല. ആരും 100% പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് നമ്മൾ പെർഫെക്ഷൻ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കാനും പാടില്ല. എല്ലാവരും അവരവരായിട്ടുള്ള തോണിയിൽ തുഴഞ്ഞു പോവാണ്. അവരവരായിട്ടുള്ള കർമ്മബന്ധത്തിൽ അത് ആ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഈവൻ ഡിവോട്ടി അസോസിയേഷനിലും നല്ലതും ചീത്തയും എല്ലാം വന്നും പോയിക്കൊണ്ടിരിക്കും. ഇതെല്ലാം നമ്മൾ ശരിക്കും മനസ്സിലാക്കി നമ്മൾ എങ്ങനെയെങ്കിലും കരപറ്റാൻ ശ്രമിക്കണം
ഈ ജന്മത്തിൽ തന്നെ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. So if one is educated in Krishna consciousness from the very beginning, that natural love of God cannot deteriorate into lust. അപ്പൊ അതുകൊണ്ട് കുട്ടിക്കാലം മുതൽക്ക് തന്നെ, കൗമാരപ്രായം മുതൽക്ക് തന്നെ നമ്മൾ കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യാൻ, പരിശീലിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതേപോലെ തന്നെ നമ്മളുടെ മക്കളെയും നമുക്ക് വേണ്ടുന്ന എല്ലാവരെയും നമ്മൾ ആ രീതിയിൽ തന്നെ വളർത്താൻ ശ്രമിക്കണം. When love of God deteriorates into lust, it is very difficult to return to the normal condition. Nonetheless, Krishna consciousness is so powerful that even a late beginner can become a lover of God by following the regulative principles of devotional service. അപ്പോൾ നമ്മളെല്ലാം, എസ്പെഷ്യലി ഞാനൊക്കെ വളരെ ലേറ്റ് ആയിട്ട് വന്ന ആൾക്കാരാണ് കൃഷ്ണാവബോധത്തിൽ. എന്താ, അപ്പോൾ നമുക്കൊക്കെ ഒരു ഹോപ്പ് ഗിവിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് പ്രഭുപാദ പറയുന്നത്. ഓക്കെ, നൺലെസ് കൃഷ്ണ കോൺഷ്യസ്നസ് ഈസ് സോ പവർഫുൾ that even a late beginner, എന്നെ പോലുള്ള ആൾക്കാർക്കും, can become a lover of God by following the regulative principles of devotional service. അപ്പൊ നമ്മൾ ലേറ്റ് ആയിട്ട് തുടങ്ങി വിചാരിച്ചിട്ട് ഹോപ്പ്ലെസ് ആവേണ്ട യാതൊരു ആവശ്യമില്ല. അവർക്കും, അങ്ങനത്തെ ആൾക്കാർക്കും ഈ സാധന ഭക്തിയിലൂടെ നമുക്ക് കൃഷ്ണാവബോധത്തിലെ ഭക്തി സേവനം ചെയ്യാനുള്ള അവസരം ഭഗവാൻ ഒരുക്കി തരും എന്നാണ് പറയുന്നത്. സോ ഫ്രം എനി സ്റ്റേജ് ഓഫ് ലൈഫ് or from the time of understanding its urgency, one can begin regulating the senses in Krishna consciousness, devotional service of the Lord, and turn the lust into love of God, the highest perfection stage of human life. അപ്പോൾ എപ്പോഴാണോ നമ്മൾ ഈ കൃഷ്ണാവബോധത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അന്ന് മുതൽക്ക് നമ്മളിത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും പതുക്കെ കണ്ട് സ്ലോലി ആൻഡ് ഗ്രാജുവലി നമ്മൾ ആ പെർഫെക്ഷൻ സ്റ്റേജിൽ എത്തും ഈ ജന്മത്തിൽ തന്നെ എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ഇതാണ്. Therefore, Arjuna, best of the Bharatas in the very beginning, curbed this great symbol of sin, lust, by regulating the senses, sadhana bhaktilode, and slay this destroyer. നശിപ്പിക്കുക, വധിക്കുക. ഏത് ഡിസ്ട്രോയർ? ഈ സെൽഫ് റിയലൈസേഷനെ, അതായത് ഈശ്വര സാക്ഷാത്കാരം നമുക്ക് ലഭിക്കാൻ പറ്റുന്ന ആ എനിമിയെ, ആ ശത്രുവിനെ നശിപ്പിക്കാൻ എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും കമന്റ്സോ ചോദ്യങ്ങളോ ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. ഞങ്ങളുടെ അടുത്തൊരു മാതാജി ഡെത്തായി കുറച്ചു ദിവസം മുമ്പ്. പക്ഷെ അവര് ഹോസ്പിറ്റലിലായിരുന്നു, പക്ഷെ ICU-ലായിരുന്നില്ല, റൂമിലായിരുന്നു. അപ്പൊ അവര് അൺകോൺഷ്യസ് ആയിരുന്നു. അപ്പൊ പക്ഷെ എന്നാലും അവരെ കാണാൻ വന്നിരുന്ന ഒരു മാതാജി സഹസ്രനാമം അവരുടെ അടുത്തിരുന്ന് ചൊല്ലി. അത് കേട്ടിട്ട് അവരുടെ ആ ജീവൻ പോയി പറയും. അപ്പൊ തീർച്ചയായിട്ടും ഭഗവാന്റെ പാദങ്ങളിൽ എത്തിയിട്ടുണ്ടാവില്ലേ? അവര് ചൊല്ലിയില്ലെങ്കിലും കൂടി, അവർ അബോധാവസ്ഥയിലാണെങ്കിലും കൂടി ചിലപ്പോ കേൾക്കാൻ പറ്റില്ലേ? ആ മാതാജി നല്ല ഒരു കൃഷ്ണ കോൺഷ്യസ് ലൈഫാണ്, ഭഗവാന്റെ സേവനം ചെയ്തിട്ടാണ് ചെയ്ത് തീർച്ചയായിട്ടും എത്തും. ഇല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഹ്യൂമൻ ലൈഫ് വീണ്ടും കിട്ടും. ഭഗവാന്റെ നാമം ശ്രമിച്ചിട്ടായപ്പോഴുണ്ടെങ്കിലും കൃഷ്ണ കോൺഷ്യസ് ഉണ്ടായിരുന്നു അറിയില്ല. പക്ഷെ നല്ല മറ്റേ ചില ഈ എന്താണ് ദാനം കുട്ടികൾക്ക് അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മള് നല്ലൊരു ഹ്യൂമൻ ബീങ് ആവുന്നതിന് നല്ലൊരു ഭക്തനാവുകയാണ് വേണ്ടത്. നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ്. ദാനശീലങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നെല്ലാം ചെയ്യുമ്പോൾ അവർക്ക് നല്ലൊരു വീണ്ടും ജന്മം കിട്ടും, നല്ലൊരു ലൈഫ് കിട്ടും. അല്ലൊരു ഭക്തയാണ് അല്ലെങ്കിൽ ഒരു ഭക്തനാണ്, തീർച്ചയായിട്ടും അവര് ഭഗവാൻ തൻ്റെ ധാമിലേക്ക് കൊണ്ടുപോകും. അതിൻ്റെ കംപ്ലീറ്റ് പ്യൂരിഫൈ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും മനുഷ്യജന്മം കിട്ടും എന്നുള്ളത് തീർച്ചയാണ്, നല്ല നല്ല പയസ് ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ. എന്നാലും നമുക്ക് പ്രാർത്ഥിക്കാം, ഭഗവാന്റെ ധാമിലേക്ക് തന്നെ അവർ പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, ഹരേ കൃഷ്ണ. അത് കേട്ടപ്പോ മനസ്സിന് നല്ലൊരു ഇത് തോന്നി. അത് കേട്ടിട്ട് അങ്ങനെ പോയിന്ന് അവർക്ക് അവരുടെ ആ സന്തോഷവും സങ്കടവും. തീർച്ചയായിട്ടും ആ സമയത്ത് വേറൊരു മാതാജി വന്ന് ഇതെല്ലാം ചൊല്ലിക്കൊടുക്കാനും ഇത് അവർക്ക് കേൾക്കാനുള്ള ആ ഒരു അവസരം ഭഗവാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതെ അതെ. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും? ഓക്കെ, അടുത്തത് 42. ഇന്ദ്രിയാണി പരാണ്യാഹുർ ഇന്ദ്രിയേഭ്യ പരം മനഃ മനസസ്തു പരാ ബുദ്ധിർ യോ ബുദ്ധേ പരദസ്തു സഹ
ഇന്ദ്രിയാണി പരാണ്യാഹോർ ഇന്ദ്രിയേഭ്യ പരം മനഃ മനസസ്തു പരാ ബുദ്ധിർ യോ ബുദ്ധേ പരതസ്തു സാ. ഓക്കെ, ഗീത മാതാജി. ഹരേ കൃഷ്ണ. ഇന്ദ്രിയാണി പരാണ്യഹോരിന്ദ്രിയേഭ്യ പരം മനസസ്തു പരാ ബുദ്ധിർയോ ബുദ്ധേ പരതസ്തു സഹ. രാധിക മാതാജി ഹരേ കൃഷ്ണ. പരിവർത്തനം. ഹരേ കൃഷ്ണ. രാധിക ഹരേ മാതാജി. കൃഷ്ണ. ഹരേ ജഡപദാർത്ഥങ്ങളെക്കാൾ ഉത്കൃഷ്ടങ്ങളാണ് കർമ്മേന്ദ്രിയങ്ങൾ. മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. ബുദ്ധി മനസ്സിനെയും കടന്നു നിൽക്കുന്നു. ആത്മാവ് ബുദ്ധിയേക്കാൾ ഉന്നതനാണ്. ഹരേ കൃഷ്ണ. Haribol. The working senses are superior to dull matter. Mind is higher than the senses. Intelligence is still higher than the mind. And he, the soul, is even higher than the intellect. ഇവിടെ ഹൈറാർക്കിയാണ് ഭഗവാൻ അർജുനൻ പറഞ്ഞത്. Dull matter, working senses, mind, ബുദ്ധി and soul. ഇതിന്റെ ഹൈറാർക്കി. ആരാണ് superior? എന്താണ് ഓരോരുത്തരുടെയും സ്ഥലം എന്താണെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ ഡൾ മാറ്റർ എന്താണ് ഇവിടെ? ഡൾ മാറ്റർ, വർക്കിംഗ് സെൻസസ് ആർ സുപ്പീരിയർ ടു ഡൾ മാറ്റർ. എന്താണ് ഇവിടെ ഡൾ മാറ്റർ? ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണത്? പറയൂ. എന്താണ്? ഇന്ദ്രിയ ആസ്വാദനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോന്നും. അല്ലല്ല. Working senses are superior to dull matter. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഡൾ മാറ്റർ? സെൻസസ് എല്ലാവർക്കും അറിയാം അല്ലെ? പഞ്ചേന്ദ്രിയങ്ങള് എല്ലാവർക്കും അറിയില്ലേ? അതെ. ഓക്കെ, അപ്പോ അതിലും താഴെയാണ് ഡൾ മാറ്റർ. എന്താണ് ഇവിടെ ഡൾ മാറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്? ജഡം. ഡൾ മാറ്റർ പറഞ്ഞാൽ ജഡം. നമ്മള് ശരീരമാണ്, ആത്മാവല്ല എന്ന് തോന്നല്. മനസ്സിലായി. പക്ഷെ എന്താണ് ജഡം അല്ലെങ്കിൽ ഡൾ മാറ്റർ അല്ലെങ്കിൽ മാറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ? ശരീരമല്ലേ? ശരീരം. ശരീരം ഡൾ മാറ്റർ. ശരീരം. ശരീരം ഡൾ മാറ്റർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. എന്താണ് ഡൾ മാറ്റർ? എന്താണ്? എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരം? പഞ്ചഭൂതം. ഭൂമി, രാപോ, നലോ, വായു, ഖം. അല്ലേ? ഇതാണ് പഞ്ചഭൂതങ്ങള്. അപ്പോ അതാണ് ഡൾ മാറ്റർ. അതിന് ജീവനുണ്ടോ? ഭൂമിക്ക് ഭൂമി, അഗ്നി, വായു, ജലം, ആകാശം, ഇതിന് ജീവനുണ്ടോ? ഇല്ല. ഇല്ല. അതുകൊണ്ടാണ് അതിന് ജഡം എന്ന് പറയുന്നത്. ജഡം പറഞ്ഞാൽ ജീവനില്ലാത്തത്. ഡൾ മാറ്റർ. ഡൾ മാറ്റർ, മാസ്. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും ലോവസ്റ്റ്. ഈ പ്രകൃതിയിൽ കാണുന്നല്ല എന്താണ്? പ്രകൃതി ഇൻഫീരിയർ എനർജിയാണ് അല്ലേ? പ്രകൃതിയിൽ കാണുന്ന ഈ മെയിൻ ആയിട്ടുള്ള 5 ധാതുക്കളാണ് പഞ്ചഭൂതങ്ങൾ. ഭൂമി, രാപോ, നലോ, വായു, ഖം. അത് ഇൻഫീരിയർ ആണ്, അതിന് ലൈഫ് ഇല്ല. അപ്പൊ അതാണ് ഡൾ മാറ്റർ. അതിന്റെ മീതെയാണ് വർക്കിംഗ് സെൻസസ്. എന്താണ് വർക്കിംഗ് സെൻസസ്? പഞ്ചേന്ദ്രിയങ്ങൾ. പഞ്ചേന്ദ്രിയങ്ങൾ. ആ പഞ്ചേന്ദ്രിയങ്ങളുടെ മീതെയാണ് ആര്? മൈൻഡ്. മൈൻഡ് ഈസ് ഹയർ ദാൻ ദ സെൻസസ്. മനസ്സ്. അപ്പൊ ഈ 5 പഞ്ചഭൂതങ്ങള് അത് സ്ഥൂലമാണ് അല്ലേ? സ്ഥൂലല്ലേ? പഞ്ചഭൂതങ്ങൾ സ്ഥൂലമാണ്. വർക്കിംഗ് സെൻസസോ? സൂക്ഷ്മം. വർക്കിംഗ് സെൻസ് അല്ല, ഇന്ദ്രിയങ്ങള് അല്ലേ വർക്കിംഗ് സെൻസസ്? ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, കർമ്മേന്ദ്രിയങ്ങളുണ്ട്. ഓക്കെ, ഇതെല്ലാം സ്ഥൂലമാണ്. മൈൻഡോ? സൂക്ഷ്മമാണ്. മൈൻഡ് സൂക്ഷ്മം. അപ്പോ
ജഡം ഡൾ മാറ്റർ, അതിന്റെ മീതെ വർക്കിംഗ് സെൻസസ്, അതിന്റെ മീതെ മനസ്സ്, ഇന്റലിജൻസ്. മനസ്സ് മനസ്സ്. മനസ്സിന്റെ മീതെ ഇന്റലിജൻസ്. അല്ലേ? ഇന്റലിജൻസും സൂക്ഷ്മമാണ്. നമുക്ക് കാണാൻ പറ്റുമോ? എന്റെ ഇന്റലിജൻസിന് തൊട്ട് കാണിക്കാൻ പറ്റൂല്ല. ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ തൊട്ട് കാണിക്കാൻ പറ്റില്ല. മനസ്സിന് തൊട്ട് കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റില്ല. അപ്പോ ഡൾ മാറ്റർ, സെൻസസ്, അതിന്റെ മീതെ മൈൻഡ് മനസ്സ്, അതിന്റെ മീതെ ഇന്റലിജൻസ് ബുദ്ധി, അതിന്റെ മീതെയാണ് ദ സോൾ പ്രോപ്പർ, ആത്മാവ്. അതാണ് ഭഗവാൻ പറയുന്നത്. അതിന്റെ ഹൈറാർക്കി, അതാണ് ഹൈറാർക്കി. ഓക്കെ. അപ്പൊ വർക്കിംഗ് സെൻസസ് എന്തിന്റെ മീതെയാണ്? പഞ്ചഭൂതങ്ങളുടെ മീതെ, ഡൾ മാറ്റർ ആണ്. ആ വർക്കിംഗ് സെൻസസിന്റെ മീതെയാണ് മനസ്സ്. ആ മനസ്സിന്റെ മീതെയാണ് ഇന്റലിജൻസ് അല്ലെങ്കിൽ ബുദ്ധി. ആ ബുദ്ധിയുടെ മീതെയാണ് സോൾ. സോൾ ആണ് ഇതിലെ റിയൽ സെൽഫ്. സോൾ ഈസ് സച്ചിദാനന്ദ. ഇന്റലിജൻസും മനസ്സും ഈഗോ എല്ലാം എന്താണ്? മാറ്റർ ആണ്. ഇറ്റ് ഈസ് നോട്ട് സച്ചിദാനന്ദ. ഇതെല്ലാം മാറ്റർ ആണ്. പഞ്ചഭൂതങ്ങൾ മാറ്റർ ആണ്, അല്ലേ? മനസ്സ് മാറ്റർ ആണ്, ബുദ്ധി മാറ്റർ ആണ്, സെൻസസ് എല്ലാം മാറ്റർ ആണ്. എന്താണ് സച്ചിദാനന്ദം? സോൾ മാത്രം. ക്ലിയർ ആയോ? അപ്പൊ ഒരിക്കൽ പ്രഭു പറഞ്ഞ ഇന്റലിജൻസും മൈൻഡും ആത്മാവിന്റെ കൂടെ ഉണ്ടാവുന്നല്ലേ? ആ ഇന്റലിജൻസും മൈൻഡും ഫാൾസ് ഈഗോ. ഫാൾസ് ഈഗോ എന്ന് പറഞ്ഞാൽ ഈ തെറ്റിദ്ധാരണ, ഞാൻ ഈ ശരീരമാകുന്നു എന്നുള്ള തെറ്റിദ്ധാരണ, അഹങ്കാരം. ഇത് മൂന്നും നമ്മളുടെ ആത്മാവിന്റെ കൂടെ സഞ്ചരിക്കും. എത്രത്തോളം കാലം നമ്മൾ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നു അത്രത്തോളം കാലം ഈ ആത്മാവിന്റെ കൂടെ ഈ സട്ടിൽ ബോഡി, സൂക്ഷ്മ ശരീരം, ഒരു ശരീരം വിട്ട് മറ്റു ശരീരത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നവർക്ക് സൂക്ഷ്മ ശരീരം ഉണ്ടാവില്ല. ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മളുടെ സോൾ സച്ചിദാനന്ദമായിട്ടുള്ള മാറ്റമൊന്നും, ജഡങ്ങളായിട്ടുള്ള ഒരു പദാർത്ഥം പോവില്ല. സൂക്ഷ്മ ശരീരം പോവില്ല. അവിടെ സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, അങ്ങനെ ഒരു കാര്യങ്ങളില്ല ഭഗവാന്റെ അടുത്ത്. അവിടെ എല്ലാം സച്ചിദാനന്ദമാണ്. സൂക്ഷ്മ ശരീരം നമ്മുടെ ആത്മാവിന്റെ കൂടെ സഞ്ചരിച്ച് എങ്ങനെ ഒരു വായു അരോമ എന്ന് പറഞ്ഞാൽ സുഗന്ധത്തിന് അല്ലെങ്കിൽ ദുർഗന്ധത്തിന്, എന്തായാലും ശരി, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകുന്നുവോ അതേപോലെ നമ്മുടെ ആത്മാവിനെ ഈ സൂക്ഷ്മ ശരീരം ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു സ്ഥൂല ശരീരത്തിലേക്ക്, ഒരു സ്ഥൂല ശരീരത്തിൽ നിന്ന് മറ്റൊരു സ്ഥൂല ശരീരത്തിലേക്ക് കൊണ്ടുപോകുന്നു. സ്ഥൂല ശരീരം ഇവിടെ പോകുന്നു, ഇവിടെ വിട്ടുപോകുന്നു. നമ്മളല്ലേ പഞ്ചഭൂതങ്ങള് ഈ 5 എലിമെന്റ്സിലും ലയിക്കുന്നു, നശിക്കുന്നു, അത് ഡീകമ്പോസ് ആവുന്നു. പക്ഷെ സൂക്ഷ്മ ശരീരം അത് നശിക്കുന്നില്ല. ആത്മാവിന്റെ കൂടെ മറ്റൊരു സ്ഥൂല ശരീരത്തിലേക്ക് ഭഗവാന്റെ അറേഞ്ച്മെന്റിന്റെ പ്രകാരം പോകുന്നു. എന്താണ് പറയുന്നത്? കർമ്മണ ദൈവനേത്രേണ ജന്തുർ ദേഹോപപദ്യത. കർമ്മണ ദൈവനേത്രേണ ജന്തുർ ദേഹോ ഉപപദ്യത. കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലും അതായത് ദേവന്മാരുടെ ആ കൺട്രോളിലും നിയന്ത്രണത്തിലും കർമ്മണ ദൈവനേത്ര സൂപ്പർവിഷൻ, അണ്ടർ ദർ സൂപ്പർവിഷൻ. ജന്തു എന്ന് പറഞ്ഞാൽ ജീവാത്മാക്കൾ. ദേഹോ ഉപപദ്യത എന്ന് പറഞ്ഞാൽ ദേഹം സ്വീകരിക്കുന്നു. അപ്പോൾ ഒരു ദേഹത്ത് നിന്ന് മറ്റൊരു ദേഹത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു കൂട് വിട്ട് വേറെ കൂട്ടിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് ഈ കൂടെന്ന് പറഞ്ഞ ശരീരം ഇപ്പോൾ ഈ മനുഷ്യന്റെ കൂടാണ്, മനുഷ്യന്റെ ശരീരം. നമ്മളുടെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അടുത്ത ജന്മത്തിൽ മനുഷ്യനോ മൃഗമോ വൃക്ഷമോ പക്ഷികളോ ഏത് ശരീരം കിട്ടാം. ക്ലിയർ ആയോ? ക്ലിയർ ആയി പ്രഭു. Very good. So the senses are different outlets for the activities of lust. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ senses are different outlets for the activities of lust. കാമത്തിന്റെ കാമം അതിനെ പ്രവർത്തിക്കാനുള്ള ഡിഫറെന്റ് ഔട്ട്ലെറ്റ്സ് ആണ് സെൻസസ്, ഇന്ദ്രിയങ്ങള്. ലസ്റ്റ് ഈസ് റിസർവ് വിത്തിൻ ദ ബോഡി.
but it is given when through the senses. അപ്പോൾ ലെസ്റ്റ് നമ്മുടെ ശരീരത്തിലുണ്ട്, അത് ഏത് കൂടെയാണ് പ്രകടമാകുന്നത്? ത്രൂ ദ സെൻസസ്, ഇന്ദ്രിയങ്ങളിൽ കൂടെ. Therefore, the senses are superior to the body as a whole. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങള് നമ്മളുടെ ശരീരത്തിനെക്കാട്ടിലും ഉയർന്ന തലത്തിലാണ്, സുപ്പീരിയർ ആണ്. These outlets are not in use when there is a superior consciousness or Krishna consciousness. അപ്പോൾ നമ്മുടെ ആ വിൻഡോ, നമ്മുടെ ഔട്ട്ലെറ്റ്സ്, ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള ആ വിൻഡോസ് ഓർ ഔട്ട്ലെറ്റ്സ്, അത് നമ്മൾ യൂസ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ കൃഷ്ണാവബോധത്തിലുള്ളപ്പോൾ, അതായത് ചുരുക്കത്തിൽ നമ്മൾ ഇന്ദ്രിയ ഭോഗത്തിൽ ഏർപ്പെടില്ല. നമ്മൾ കൃഷ്ണാവബോധത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി, കൃഷ്ണ കോൺഷ്യസ്നസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഭക്തൻ സാധാരണ നിലയിലുള്ള ഇന്ദ്രിയ ഭോഗത്തിൽ ഏർപ്പെടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. In Krishna consciousness, the soul makes direct connection with the Supreme Personality of Godhead. Okay? കൃഷ്ണാവബോധത്തില് ആത്മാവ് ഭഗവാനായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള ഡയറക്റ്റ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ചെയ്യുന്നത്. Therefore, the hierarchy of bodily functions as described here ultimately ends in the Supreme Soul. Okay? അപ്പോൾ ഈ ഹൈറാർക്കി, ഈ ബോഡി ഫങ്ഷൻസ് എവിടെയാണ് എൻഡ് ചെയ്യുന്നത്? ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ അവിടെയാണ് എൻഡ് ചെയ്യുന്നത്. Bodily action means the functions of the senses, and stopping the senses means stopping all bodily actions. But since the mind is active, then even though the body may be silent and at rest, mind will act as it does during dreaming. അപ്പോൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മുടെ ബോഡിയെ നമ്മൾ റിസ്ട്രിക്ട് ചെയ്തിട്ട് ഒന്നും ചെയ്യാതിരുന്നാലും കാര്യമില്ല. നമ്മുടെ മനസ്സ് ഈവൺ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അത് ആക്റ്റീവാണ്, അല്ലേ? ആസ് ഇറ്റ് ഡസ് ഡ്യൂറിങ് ഡ്രീമിങ്. ബട്ട് അബൌവ് ദ മൈൻഡ് ഈസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ ഇന്റലിജൻസ്. അപ്പൊ അതിന്റെ മീതെയാണ് നമ്മുടെ ബുദ്ധി. ആൻഡ് അബൌവ് ദ ഇന്റലിജൻസ് ഈസ് ദ സോൾ പ്രോപ്പർ. അതിന്റെ മീതെയാണ് നമ്മുടെ ആത്മാവ്. ഇഫ് therefore the soul is directly engaged with the supreme, naturally all other subordinates, namely the intelligence, mind and senses, will automatically be engaged. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ആത്മാവ് പരമാത്മാവായിട്ടുള്ള ആ കണക്ഷൻ, ആ ബന്ധം പുനഃസ്ഥാപിച്ചാൽ ബാക്കി എല്ലാവരും ആ സോളിന്റെ കീഴെ വരും. ആ സോളിനെ പിന്നെ അവര് ഈ സെൻസസോ ബുദ്ധിയോ മനസ്സോ അതിനെ ഡിസ്റ്റർബ് ചെയ്യില്ല. അതെല്ലാം സബോർഡിനേറ്റ്സ് ആവും. സബോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ സുപ്പീരിയേഴ്സിന്റെ ആജ്ഞ അനുസരിക്കുന്ന ആൾക്കാർ, അല്ലേ? അപ്പോ സോളിന്റെ സബോർഡിനേറ്റ്സ് ആയിട്ട് തീരുകയാണെങ്കിൽ ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങള്, ശരീരം ഇതെല്ലാം ഈ ആത്മാവിന്റെ കീഴിൽ വരാണെങ്കിൽ, സൂപ്പർവിഷനിൽ വരാണെങ്കിൽ, സബോർഡിനേറ്റ് ആവുകയാണെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കാനുള്ളത്? അവർ പറഞ്ഞത് കേൾക്കില്ലേ? അപ്പൊ എന്താണോ ആത്മാവ് ആഗ്രഹിക്കുന്നത് അത് പ്രകാരം അവര് ഫങ്ഷൻ ചെയ്യും. അത് ആത്മാവിന്റെ ആഗ്രഹം പരമാത്മാവായിട്ട് ബന്ധം സ്ഥാപിക്കുക, പരമാത്മാവിനെ സേവിക്കുക, ഇതാണ്. So if therefore the soul is directly engaged with the Supreme, naturally all other subordinates, namely the intelligence, mind and senses, will be automatically engaged. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ഇന്ദ്രിയങ്ങളെയും എല്ലാം നിയന്ത്രിച്ച് ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിനുള്ള ഒരേ ഒരു പ്രോസസ്സാണ് ഡിവോഷണൽ സർവീസ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നേർവഴിക്ക് നയിക്കുക, ആധ്യാത്മിക തലത്തിൽ അതിനെ ആക്ടിവേറ്റ് ചെയ്യുക, ഭൗതിക തലത്തിലുള്ള ആ കർമ്മങ്ങളിൽ നിന്ന് പിന്മാറുക. ഇതാണ് ചെയ്യേണ്ടത്. So the mental attitude has already been explained. This mental attitude, if therefore the mind is directly engaged in the service of the Lord constantly, then there is no chance that the senses will become engaged in other ways. അപ്പൊ മനസ്സുകൊണ്ട് മനസ്സിനെ നമ്മൾ ഇന്റലിജൻസ് കൊണ്ട് നിയന്ത്രിച്ച് അത് എപ്പോഴും കൃഷ്ണാവബോധത്തില്, കൃഷ്ണസേവയില്, ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ആ മനസ്സ് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ഭൗതിക തലത്തിലുള്ള ഭൗതിക ഇച്ഛയ്ക്ക് വേണ്ടിയിട്ട്
നമ്മൾ ഏർപ്പെടുത്തില്ല എന്നാണ് പറയുന്നത്. ദിസ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ഹാസ് ഓൾറെഡി ബീൻ എക്സ്പ്ലെയിൻഡ്. പരം ദൃഷ്ട്വാ നിവർത്തതേ. If the mind is engaged in the transcendental service of the Lord, there is no chance of its being engaged in the lower propensities. In the Kathopanishad, the soul has been described as Mahan, the great. Therefore, the soul is above all, namely the sense objects, senses, the mind, and the intelligence. അപ്പോൾ കഠോപനിഷത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സോളിനെ പറ്റിയിട്ട് എന്താണ്? മഹാൻ, ദ ഗ്രേറ്റ്. അതുകൊണ്ട് ആത്മാവാണ് ഇതിലെല്ലാം ഉപരിതലത്തിൽ നിൽക്കുന്നത്, ഉയർന്ന തലത്തിൽ നിൽക്കുന്നത്. സെൻസ് ഒബ്ജക്റ്റിന്റെയും സെൻസസിന്റെയും മൈൻഡിന്റെയും ഇന്റലിജൻസിന്റെയും. Therefore, directly understanding the constitutional position of the soul is the solution of the whole problem. അപ്പോൾ എന്താണ് ആത്മാവിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ, അതിന്റെ ധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അത് മനസ്സിലാക്കിയാൽ, ആ ജ്ഞാനം ഉണ്ടായാൽ ആ ജ്ഞാനത്തിനെ വിജ്ഞാനമായിട്ട് നമ്മൾ പരിവർത്തനം ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. With intelligence, one has to seek out the constitutional position of the soul and then engage the mind always in Krishna consciousness. അപ്പൊ നമ്മളുടെ ബുദ്ധിയെ ഉറക്കി കടത്താൻ പാടില്ല. ആ ബുദ്ധി ഉപയോഗിച്ച്, ആ ബുദ്ധി എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം? സ്വാധ്യായം കൊണ്ട് അതിനെ പ്യൂരിഫൈ ചെയ്യണം, അതിനെ എൻലൈറ്റൻ ചെയ്യണം. അസത്സംഗത്യാഗ, അസത്സംഗം നമ്മൾ ത്യജിക്കണം, സത്സംഗം വേണം. ഓക്കെ, മഹാത്മാക്കളുടെ പാത പിന്തുടരണം. അങ്ങനെ നമ്മളുടെ ഇന്റലിജൻസെ നമുക്ക് പ്യൂരിഫൈ ചെയ്യാൻ പറ്റും. ആ ഇന്റലിജൻസ് നമ്മളുടെ ആത്മാവിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനെ മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കൃഷ്ണാവബോധത്തില് പ്രവർത്തിച്ചുകൊണ്ട്. ദാറ്റ് സോൾവ്സ് ദ ഹോൾ പ്രോബ്ലം. അതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ. എ നിയോഫൈറ്റ് സ്പിരിച്വലിസ്റ്റ് ഈസ് ജനറലി അഡ്വൈസ്ഡ് ടു കീപ് അലൂഫ് ഫ്രം ദ ഒബ്ജക്ട്സ് ഓഫ് ദ സെൻസസ്. നിയോഫൈറ്റ് പറഞ്ഞാൽ തുടക്കക്കാർ, ബിഗിനേഴ്സ്. അപ്പോൾ ആധ്യാത്മിക തലത്തിൽ ജീവിക്കുന്ന പുതിയ ആൾക്കാർ, തുടക്കക്കാർ എന്താണ് അവരെ അഡ്വൈസ് ചെയ്യുന്നത്? ജനറലി അഡ്വൈസ് ടു കീപ് അലൂഫ് ഫ്രം ദ ഒബ്ജക്ട്സ് ഓഫ് സെൻസസ്. സെൻസസിന്റെ കറസ്പോണ്ടിങ് സെൻസ് ഒബ്ജക്ട്സ് ഉണ്ട് അല്ലേ? കണ്ണിന് കാണണം, ചെവിക്ക് കേൾക്കണം, നാവിന് സംസാരിക്കണം, എന്തെങ്കിലും കഴിക്കണം അല്ലേ, ത്വക്കിന് സ്പർശിക്കണം. ഇതാണ് ഇതിൻ്റെ എല്ലാം. അതായത് രൂപ, ഗന്ധ, സ്പർശ, പിന്നെന്താ, രൂപ, ഗന്ധ, സ്പർശ, പിന്നെ എന്താണ് കേൾക്കുന്ന, ഹിയറിങ് അല്ലേ, എന്തായാലും പറയാം. പിന്നെ സ്മെല്ലിങ്, ശ്രവിക്കുക. പിന്നെ ഗന്ധം എന്ന് പറഞ്ഞു. പിന്നെ അതൊന്നും വിട്ടത്, സംസാരിക്കുന്ന, സ്പീച്ച്. ഓക്കെ, ഇതെല്ലാം അതിന്റെ കറസ്പോണ്ടന്റ് സെൻസ് ഒബ്ജക്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ സെൻസസിനെ, ആ ഭൗതിക തലത്തിലുള്ള സെൻസ് ഒബ്ജക്ട്സ് നമ്മൾ വിഡ്രോ ചെയ്തിട്ട് ഭഗവാന്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, so by complete surrender, എങ്ങനെ പറ്റും? If by intelligence one engages one's mind in Krishna consciousness, by complete surrender unto Supreme Personality of Godhead, then automatically the mind becomes stronger, and even though senses are very strong like serpents, they will be no more effective than serpents with broken fangs. അതായത് ബ്രോക്കൺ ഫാങ്സ് പറഞ്ഞാൽ അവരുടെ വിഷപ്പല്ല് എടുത്ത് കളഞ്ഞ പോലെ അല്ല, അപ്പോൾ അവർ ശല്യക്കാരാവില്ല, അവർക്ക് വിഷം അവരുണ്ടായിരിക്കില്ല, അതിൻ്റെ വിഷപ്പല്ലെല്ലാം എടുത്ത് കളഞ്ഞിരിക്കുന്നു. അതേപോലെ നമ്മളുടെ സെൻസസിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നമ്മളുടെ സെൻസസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? അംബരീഷ് മഹാരാജ് പറയുന്നുണ്ട് അല്ലേ? അംബരീഷ് മഹാരാജ് നമ്മളുടെ എല്ലാ സെൻസസിനെയും എങ്ങനെ ഭഗവാന്റെ സേവനത്തിൽ നിയുക്തമാക്കുക എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ അതേപോലെ നമ്മളും നവവിധ ഭക്തിയിലൂടെ നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും, വർക്കിംഗ് സെൻസസിനെയും അതേപോലെ നോളജ് അക്വയറിംഗ് സെൻസസിലെല്ലാം ഭഗവാന്റെ സേവനത്തിൽ നിയുക്തമാക്കിയാൽ അപ്പോൾ അത് വിഷപ്പല്ലില്ലാത്ത
സർപ്പൻസിനെ പോലെ ആവും എന്നാണ് പറയുന്നത്. നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, വിഷമില്ല അതിൽ, അത് കടിച്ചാലും കുഴപ്പമില്ല. But even though the soul is the master of intelligence and mind, and the senses also, still, unless it is strengthened by association with Krishna, in Krishna consciousness, there is every chance of falling down due to the agitated mind. അപ്പോ നമ്മുടെ ആത്മാവാണ് ഏറ്റവും ഉയർന്ന തലത്തിലുള്ളത്. എന്നാലും കൂടിയിട്ട് നമ്മളുടെ നമ്മളുടെ ആ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും നമ്മൾ സ്ട്രെങ്തൻ ചെയ്തിട്ടില്ലെങ്കിൽ കൃഷ്ണാവബോധത്തില് നമ്മുടെ ഫോൾ ഡൗൺ ആവും, നമുക്ക് വീഴ്ച പറ്റും എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. സോ അടുത്തത് 43 ലാസ്റ്റ് ശ്ലോകമാണ് ഈ ചാപ്റ്ററിന്റെ. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം, സമയമില്ല, 2 ശ്ലോകം എടുത്തുള്ളൂ. ഓക്കെ. സോ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो नमः. अनंत कोटि वैष्णव की जय, प्रभुपाद की जय, गुरु महाराज की जय. निताय गो प्रेमानंदे. हरि हरि बोल.